പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിഞ്ഞ തവണ എടുത്ത വീഡിയോയിൽ യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നിറയണം, സ്നേഹം കൊണ്ട്. അത് നിറയുന്നത് സ്നേഹം കൊണ്ടാണ്. സ്നേഹം നമ്മളിൽ വഴിഞ്ഞൊഴുകത്തക്ക വിധത്തിൽ തൃത്വത്തിൽ നിന്നുള്ള ആ സ്നേഹം നമ്മളിൽ വഴിഞ്ഞൊഴുകണം, നമ്മളിൽ നിറഞ്ഞ് വഴിഞ്ഞൊഴുകണം. അപ്പോഴാണ് യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനം, നമ്മൾക്ക് ദൈവിക ജ്ഞാനം, സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം പൂർണ്ണമായിട്ട് നമ്മളിലും ലഭിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അത് ഫിലിപ്പിയർ 3:8 പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ ആകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. പ്രിയപ്പെട്ടവരെ, അത് ജ്ഞാനം നിറയുന്ന, യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർവ്വതും ഉച്ഛിഷ്ടമായിട്ടാണ് ഒരു വിശ്വാസിക്ക് തോന്നുന്നത്, യേശുവിനെ കണ്ടുമുട്ടിയവർ തോന്നുന്നത്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 9-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ മാനസാന്തരം പറയുന്നു. സാവൂളായിരുന്ന പൗലോസ് സാവൂളായിരിക്കുമ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. ആ മാനസാന്തരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജീവിച്ചത് വിശുദ്ധ പൗലോസ് പിന്നെയും പറയുന്നത് പോലെ, അദ്ദേഹം അല്ല ജീവിച്ചത്, എന്നിൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിലുമാണ് ജീവിക്കുന്നത് എന്നവിടുന്ന് ഉടനെ വളരെ ഉറക്കെ ഉച്ചൈസ്ഥരം പ്രഘോഷിക്കുകയാണ്. അപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുന്നവൻ മറ്റുള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ ആണ് കരുതുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ മാനസാന്തരവും അതിനുശേഷമുള്ള കാര്യങ്ങളുമെല്ലാം 9-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ കണ്ടുമുട്ടി എന്ന് പ്രഘോഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസം അവിടെ വിശ്രമിച്ചിട്ട്, അനനിയാസിൻ്റെ ഭവനത്തിൽ വിശ്രമിച്ചിട്ട്, ജ്ഞാനസ്നാനം കിട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിനഗോഗുകളിലൊക്കെ നടന്ന് കർത്താവിനെ പ്രഘോഷിക്കുകയായിരുന്നു. യേശു ആരാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ ധൈര്യം വന്ന്, ഇതുവരെ താൻ എതിർത്ത് താൻ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ആ യേശുവിനെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രഘോഷിക്കുന്നത്. അതിനൊന്നും അദ്ദേഹത്തിന് തെല്ലും ഭയമുണ്ടായില്ല. യഹൂദരെ പറ്റി, അവിടുന്ന് അവർ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റിയൊന്നും അദ്ദേഹത്തിന് തെല്ലും ഭയമുണ്ടായില്ല. കാരണം അദ്ദേഹം നമുക്കറിയാം, ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 14-ാം അധ്യായത്തിൽ ലിസ്ത്രായിൽ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു ചത്തുപോയി എന്ന് കരുതി അവർ വിട്ടിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നിടത്തെല്ലാം ഇതുപോലെ സംഭവിക്കുന്നുണ്ട്, ധാരാളം പീഡനങ്ങൾ. അതൊന്നും അദ്ദേഹത്തിന് ഭയമില്ല. കാരണം യേശു കർത്താവ് ഒരു മനുഷ്യനിൽ, ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവന് മറ്റുള്ളതൊന്നും അവന് നോക്കട്ടുള്ള കാര്യമില്ല, നോക്കത്തില്ല. അതാണ് ക്രിസ്തുവിൻ്റെ നിറവ് നമ്മൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ആ ലക്ഷണം ആരിൽ കാണുന്നു, അവനിൽ ക്രിസ്തു ഉണ്ട്, അത് നമുക്ക് ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ അത് ക്രിസ്തു അവനിൽ സ്ഥിരമായിട്ട് അവനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയിൽ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും. അല്ലെങ്കിൽ അല്ലാതെ പറയുന്നത് നമുക്ക് താൽക്കാലികമായിട്ട് ലഭിച്ചു എന്നുള്ളത് മാത്രമാകും. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനത്തിന് വേണ്ടിയാണ്. ആ ജ്ഞാനം ഏറ്റവും വിലയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സകലതും പരിത്യജിച്ചത്. ഒരുപക്ഷേ യഹൂദ സമുദായത്തിൽ ഏറ്റവും സമുന്നതനായ ഒരു റബി ആകാമായിരുന്ന ആളാണ് വിശുദ്ധ പൗലോസ്.
അപ്പോൾ ആ ജ്ഞാനവും പദവിയൊന്നുമല്ല അദ്ദേഹം കണ്ടത്. അദ്ദേഹം കണ്ടത് ക്രിസ്തുവിനെ പ്രതി ഇതെല്ലാം ത്യജിച്ചാൽ കിട്ടാവുന്ന ആ നേട്ടങ്ങളാണ്. ഇവിടെ എന്തോ നേട്ടങ്ങളാണ്? സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ, ദി കിങ്ഡം ഓഫ് ഗോഡ്, അവിടെ സാമ്രാജ്യത്തിൽ കിട്ടുന്ന ആ പദവിയാണ്. അതിനെയാണ് ലക്ഷ്യം വെച്ചത്. അവിടുത്തെ പ്രവർത്തനമല്ല ഇവിടെ 80, 90, 100 വർഷക്കാലം ജീവിക്കുന്നതിൻ്റെ അല്ലായിരുന്നു. അത് ഓരോരുത്തർക്കും അങ്ങനെയാണ്. ക്രിസ്തുവിനെ നേടുന്നവർ ഓരോരുത്തരും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ജോസഫ് ഫെൻ അല്ലെങ്കിൽ ചാത്തുണ്ണി മേനോൻ എന്ന ഒരു വ്യക്തിയെ പറ്റി. ബെഞ്ചമിൻ ബെയ്ലി ഇവിടെ വന്നപ്പോൾ ബൈബിൾ തർജ്ജമ ചെയ്യുന്നതിന് ഇംഗ്ലീഷും മലയാളവും നല്ലതുപോലെ ഒന്നുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ അന്വേഷണത്തിൽ കണ്ടെത്തി ഈ ചാത്തുണ്ണി മേനോൻ എന്ന വ്യക്തിയെ. അദ്ദേഹം ജഡ്ജിയായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ ഉന്നതമായ വ്യക്തിത്വമുള്ള ആൾ, കുലീനത്വമുള്ള ആൾ, സർവ്വ മനുഷ്യരും ആദരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടി കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. ആ ബൈബിൾ പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്തു, ലൂക്കായുടെ സുവിശേഷം വരെ എത്തി. അടുത്ത യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എത്തി. 2-3 അധ്യായം 3-4 അധ്യായം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ്, ഒരു അനുഭൂതി. അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു. താൻ ദഹിച്ചു പോകുന്നത് പോലെ, ജ്വാലയിൽ ദഹിച്ചു പോകുന്നതിലുള്ള അനുഭവം. അദ്ദേഹം അപ്പോഴത്തെ ബെഞ്ചമിൻ ബെയ്ലിയോട് പറഞ്ഞത്, എനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കണം, എനിക്കും സ്നാനം പെടണം എന്നാണ്. അല്ലാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അത്രയ്ക്ക് നീറ്റലാണ്, ആ ജ്വാലയിൽ ദഹിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് സ്നാനം കൊടുത്തു. അദ്ദേഹം ആ ട്രാൻസ്ലേഷൻ പൂർത്തിയാക്കി. കാരണം കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശുവിനെ അതുവരെയുള്ള 3 സുവിശേഷങ്ങളിലും കൂടെ അറിഞ്ഞു കഴിഞ്ഞു. 4-ാമത്തേതിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പഴയ മനുഷ്യനായിട്ടിരിക്കാൻ പറ്റത്തില്ല. അതിനെ ചാത്തുണ്ണി മേനോൻ അവസാനം ജോസഫ് ഫെൻ എന്നുള്ള പേര് സ്വീകരിച്ച്, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം, മക്കളും എല്ലാവരും അങ്ങനെ ക്രൈസ്തവരായിട്ട് യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് അവർ മാറി. അങ്ങനെയുള്ള വ്യക്തിയായിട്ട് മാറി. നമുക്കറിയാം, യേശുവിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞവർ ആരും സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒന്നും നിലകൊള്ളുകയില്ല. അതല്ല അതിൻ്റെ ലക്ഷ്യം. യേശു അങ്ങനെയല്ലല്ലോ ജീവിച്ചത്. അപ്പോൾ ആ യേശു അവരിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് യേശുവിനെ പ്രഘോഷിക്കണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, അതിനു വേണ്ടിയാണ് അവർ അങ്ങനെ ജീവിച്ചത്. അങ്ങനെ പകർന്നു കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഒരാൾ യേശുവിലായി കഴിഞ്ഞപ്പോൾ, യേശുവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞ് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാത്ത ഒരു വിശ്രമം അവർ ആഗ്രഹിക്കാൻ തോന്നുകയില്ല. ഇതൊക്കെയാണ് നമ്മുടെ അനുഭവം ഉള്ളവർക്ക് അത് മനസ്സിലാവും. ഇന്ന് നമ്മൾക്ക് കാണാം, പലയിടത്തും നിന്ന് പ്രഘോഷിക്കുന്നവർ, തെരുവുകളിലും കവലകളിലുമൊക്കെ നിന്ന് പ്രഘോഷിക്കുന്നവർ, സ്ഥിരം അങ്ങനെ പോകുന്നവരുണ്ട്. അത് പല വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ കാര്യം? ഇത് തന്നെയാണ്. ആ നീറ്റിൽ, ആ ജ്വാല അവരെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അണയുകയില്ല. അത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 44-45 വാക്യങ്ങളിൽ കാണുന്നു. അതിനു മുൻപ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ് അവർക്ക്. യോഹന്നാൻ 35:1
1-ാം അധ്യായം 35-ാം വാക്യം. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ ഇത് പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യോഹന്നാൻ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിനെ പോലെ തന്നെ എപ്പോഴും കൂടെ ആയിരക്കണക്കിന് ശിഷ്യർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ശിഷ്യന്മാർ പ്രധാനികളായിരുന്നു. അപ്പോൾ അവർ ദൈവരാജ്യം പ്രതീക്ഷിച്ച് കഴിഞ്ഞവരായിരുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ അവർ ദൈവരാജ്യം പ്രതീക്ഷിച്ച് കഴിയുന്നവരായിരുന്നു. കാരണം യോഹന്നാൻ അവരെ അങ്ങനെ പഠിപ്പിച്ചിരുന്നു, സ്നാപക യോഹന്നാൻ. അപ്പോൾ ഇവർ 2 പേരും എന്താണ് ചെയ്തത്? യേശുവിനെ കണ്ടു, ഇതാ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കുഞ്ഞാട് വരുന്നു എന്ന് കണ്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ അവർ പുറകെ പോയി. അവർ ചോദിക്കുകയാണ്, റബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ചിന്തിക്കാം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് പോയവർ ആ 2 പേരും കർത്താവിനെ ചെന്ന് കണ്ടു. അപ്പോൾ കർത്താവ് എന്തു പറഞ്ഞ്? എൻ്റെ കൂടെ വന്ന് കണ്ട് എന്നിൽ വസിക്കണം, എൻ്റെ കൂടെ വസിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളിലാകും, നിങ്ങളുടെ കൂടെയും വസിക്കും. അപ്പോൾ അങ്ങനെ അവർ ഒട്ടും മടിക്കാതെ അവർ പോവുകയാണ്. പോയി കർത്താവിൻ്റെ കൂടെ അവിടെ താമസിച്ച് കർത്താവിനെ കണ്ടു, കേട്ടു, തൊട്ടു, അനുഭവിച്ചറിഞ്ഞു. അതാണ് അവിടെ സംഭവിച്ചത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം അത് പറയുന്നുണ്ട്. ജീവിതത്തിൽ ആ 3.5 വർഷക്കാലം തങ്ങൾ അറിഞ്ഞത്, കേട്ട്, അനുഭവിച്ച്, സ്പർശിച്ചൊക്കെ അറിഞ്ഞ കാര്യമാണ് അത്രയും കാലം മുഴുവൻ. അതാണ് അവിടെ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അതുപോലെ ഇവിടെ ചെന്ന് കണ്ടു, വെറുതെ അങ്ങ് വിശ്വസിച്ചല്ല, അറിഞ്ഞു, അനുഭവിച്ചങ്ങനെ വിശ്വസിക്കുക ആണ് ചെയ്തത്. പ്രിയപ്പെട്ടവർ, നമ്മളിന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ പലയിടത്തും ധ്യാന കേന്ദ്രങ്ങളിലും മറ്റുമെല്ലാം ഇങ്ങനെ പോകുന്ന കർത്താവിനെ അറിയാനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അറിയാനാണോ? നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും സാധിക്കാനാണ്. രോഗശാന്തിയെ, അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള വിസ, അതിനുള്ള നമുക്ക് അതിനുള്ള അനുവാദങ്ങൾ, ഇതെല്ലാം സാധിച്ച് കിട്ടുന്നതിന് വേണ്ടി, ആ സാഹചര്യമെല്ലാം ഒരുങ്ങി കിട്ടുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശങ്ങൾ മാറി ഒന്നും കൂടെ മെച്ചപ്പെട്ട ലൗകിക ജീവിതത്തിന് വേണ്ടിയാണ്. കർത്താവ് ഇതൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് അറിയാം. കർത്താവ് അങ്ങനെ ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ല, അതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ അതായിരിക്കരുത് ആത്യന്തിക ലക്ഷ്യം. ഇവിടെ യോഹന്നാനും അവിടെ പോയവർ യോഹന്നാനും അന്ത്രയോസുമായിരുന്നു. അന്ത്രയോസ് എന്ന് പറയുന്നത് കേപ്പായുടെ, ശിമയോൻ പത്രോസിൻ്റെ സഹോദരന്. അപ്പോൾ അവിടെ പോയി അവർ കണ്ടു, കേട്ടു, അനുഭവിച്ചതുപോലെ നമ്മൾ ധ്യാന കേന്ദ്രത്തിലോ മറ്റുള്ളിടത്തുമൊക്കെ പോയി അനുഭവിക്കണമെങ്കിൽ ചില പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് കാര്യം സാധിച്ചു കിട്ടി, രോഗം സൗഖ്യമായി, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടി. അതിനപ്പുറം യേശുവിനെ പറ്റി നിങ്ങൾ പിന്നെ ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ച് ദിവസം കാണും ആ ചൂട് വേവും, അവിടുന്ന് ഒരു ചൂടും വേവും കിട്ടിയതുകൊണ്ടാണ് സുഖമായത്. അല്ലെങ്കിൽ അവിടെ സൗഖ്യം ലഭിക്കത്തില്ല. ആത്മാവിൻ്റെ ആ ചൂട് തട്ടിയപ്പോഴാണ് സൗഖ്യം കിട്ടിയത്. അപ്പോഴാണ് ശുശ്രൂഷകൻ പറയുന്നത്, ഇന്ന കാര്യങ്ങൾ നടക്കുന്നു, വിദേശത്ത് പോകാനുള്ള കാര്യം നടക്കുന്നു, കുഞ്ഞിനെ ലഭിക്കുന്നു, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കടക്ലേശങ്ങൾ മാറിക്കിട്ടുന്നു എന്നൊക്കെ അറിയിക്കുന്നത്. ആ ചൂട് ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്കുണ്ടോ? അത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. അല്പം നേരത്തേക്ക് വേണ്ടിയായിരുന്നു നമ്മൾ, കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയല്ല, കുറച്ച് നാളത്തേക്ക്, കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ അവിടെ പോയത്? ഇന്ന് ധ്യാന കേന്ദ്രങ്ങളുടെ ഒക്കെ ആ സ്ഥിതി, നമ്മൾ ആദ്യം അത് കരിസ്മാറ്റിക് രീതികളിൽ തുടങ്ങിയപ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കർത്താവിനെ പ്രഘോഷിക്കുകയോ, വരുന്നവരും അത് പറഞ്ഞു മനസ്സിൽ സ്വീകരിച്ചു, അവരും തുടർന്നത് വിശ്വസിച്ചു എന്നും ഉരുവിടുന്ന ഒരു കാര്യമായിരുന്നു വീടുകളിലായാലും പ്രാർത്ഥനയും ധ്യാനവുമായിട്ട്. അങ്ങനെ ബൈബിൾ ഉപയോഗിക്കാനും, ബൈബിൾ പറയാനും, ബൈബിൾ മറ്റുള്ളവരോട് പറയാനും ഒക്കെ നമ്മൾ പഠിച്ചത് ഈ കരിസ്മാറ്റിക് കൊണ്ടാണ്, കരിസ്മാറ്റിക് പ്രസ്ഥാനം കൊണ്ടാണ്, ധ്യാന കേന്ദ്രങ്ങൾ കൊണ്ടാണ് അന്നത്തെ.
പക്ഷേ ഇവരിപ്പോൾ വന്ന് മാറിയിരിക്കുന്നത് ജനങ്ങൾക്ക് യേശുവിനെ അവിടെ പൂർണ്ണമായിട്ട് പകർന്നു കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. ഈ വരുന്നവരോട് അവർക്ക് അവരുടെ അവസ്ഥകളൊക്കെ ഉള്ള ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി, ലൗകിക മാറ്റത്തിന് വേണ്ടി, ജഡത്തിൻ്റെ ആ മാറ്റത്തിന് വേണ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ മാറ്റത്തിനും കൂടെ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അതിൻ്റെ ആ സീരിയസ്നെസ്, ആ ഗൗരവതരമായ ഗൗരവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. ഞാനും പലപ്പോഴും പലയിടത്തും പോയിട്ടുള്ളതാണ്. കാരണം അങ്ങനെ മനുഷ്യർ വന്നിട്ടില്ല. അത് അവരുടെ ധ്യാന ഗുരുക്കന്മാരുടെ കുറ്റമല്ല. പക്ഷെ അവർ ആ ശൈലി ഒന്ന് മാറ്റി പിടിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അവിടെ കർത്താവിന് പ്രധാന സ്ഥാനം കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് പ്രധാന സ്ഥാനം കൊടുക്കണം. അത് ഹൃദയത്തിൽ കയറുന്നുണ്ടോ നീറുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. അത് എങ്കിലേ അതിനൊരു ഉറപ്പ് വരികയുള്ളൂ, അല്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. എന്നാൽ ചോദിക്കും, സുഖമാകുന്നവരും കാര്യങ്ങൾ സാധിക്കുന്നവരുമൊക്കെ ഉണ്ട്, അവരുടെ പിന്നിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് മറ്റുള്ളവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പലരും മാറിപ്പോകുന്നവരാണ്. അപ്പോഴത്തെ ആവശ്യത്തിന് പിന്നത്തെ അവരുടെ ജീവിതം കർത്താവിനെ ഞാൻ പറയുന്നുണ്ട് പലപ്പോഴും, കർത്താവിനെ പ്രകാശിപ്പിക്കുന്നവരാകണം യേശുവിനെ. അങ്ങനെ ആയിട്ടുണ്ടോ എന്നുള്ളൊരു ആത്മശോധന ഇങ്ങനെയൊക്കെ പോകുന്നവർ ചിന്തിക്കണം. നമ്മുടെ ധ്യാനം നയിക്കുന്നവരും ചിന്തിക്കണം, എനിക്ക് യേശുവിനെ എന്തുമാത്രം പകർന്നു കൊടുക്കാൻ സാധിച്ചു. അവിടെ മറ്റ് കോലാഹലങ്ങളൊന്നും കാണിച്ച് അതിൽ ചാടി പോകാൻ വേണ്ടിയുള്ളവരല്ല ഈ വരുന്നവർ എന്നുള്ളത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൽ സങ്കടമുണ്ട് കാര്യങ്ങൾ എനിക്കും. കാരണം പറഞ്ഞേ പറ്റത്തുള്ളൂ. യേശുവിനെ എന്തുമാത്രം ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയുന്നു എന്നുള്ളതിലാണ് നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പോയി സൗഖ്യപ്പെടുന്നതിലും കാര്യങ്ങൾ സാധിക്കുന്നതിലും ഏറ്റവും മെച്ചമായിട്ടുള്ളത് കാര്യം, ഏറ്റവും വിലപ്പെട്ട കാര്യം. അത് ഞാനിപ്പോൾ പറഞ്ഞു. ബെഞ്ചമിൻ ബേരിയുടെ കൂടെ ജോസഫ് ഫെൻ, ചാത്തുണ്ണി മേനോൻ, തർജ്ജമ നിർവഹിച്ച ആൾ, അദ്ദേഹത്തിനും കുടുംബത്തിനും പറ്റിയ കാര്യം, ആ അനുഭവം ആലോചിച്ച് നോക്ക്. അത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ചങ്ക് പിടയുന്ന പോലെയാണ്, എന്തോ ഒരു വല്ലായ്മ പോലാണ്. ആ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കും. നമ്മളെന്തിനാണ് ക്രിസ്ത്യാനികളായിട്ട് ആയിരിക്കുന്നത്? പേര് മാത്രമേ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ. നമ്മൾ ക്രിസ്ത്യാനികളായിട്ടല്ല ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യരാകുകയാണ് വേണ്ടിയത്. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ക്രിസ്തു ശിഷ്യരാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവർ പോയി കർത്താവിനെ തിരിച്ചറിഞ്ഞ് കണ്ടിട്ട് വന്നവരെന്തുവാ? കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, കർത്താവിനെ പ്രകാശിപ്പിക്കണം. അവരെന്താ ചെയ്തത്? അന്ത്രയോസ് സഹോദരൻ ശിമയോനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി, പത്രോസിനെയും കൂടെ കൊണ്ടുപോയി കർത്താവിനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എന്തോ ചെയ്ത്? കർത്താവ് വന്നപ്പോൾ അന്ത്രയോസ് നഥാനിയേലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നഥാനിയേൽ ദൈവരാജ്യം പ്രതീക്ഷിച്ച് കഴിയുന്നതും മറ്റുള്ളവർക്ക് താൻ നല്ലപോലെ ഇത് പഠിച്ചതും പഴയ നിയമമൊക്കെ പഠിച്ച ആളുമാണ്. അത് മറ്റുള്ളവരുമായിട്ട് വാദപ്രതിവാദം നടത്തുന്നയാളാണ്. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇതൊക്കെ നടത്തുന്നതാണ്. കർത്താവ് അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അതിവിടെ പറയുന്നുണ്ട് കർത്താവ്. അപ്പോൾ അത് ഒരു ദൈവരാജ്യം പ്രതീക്ഷിച്ച് നിഷ്കപടമായിട്ട് ജീവിക്കുന്ന, പ്രതീക്ഷയോടെ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു, വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് ചെന്ന് അന്ത്രയോസ് പറഞ്ഞു, പീലിപ്പോസ് പറഞ്ഞു. പീലിപ്പോസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണണമെന്നുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും കിട്ടുമോ എന്നുള്ളത്. നസ്രത്തിൽ നിന്ന് നന്മയുണ്ടോ ഇല്ലയോ എന്ന് വന്ന് കാണുക എന്നാണ് പീലിപ്പോസ് പറഞ്ഞത്. ചെന്ന് കാണുക. വന്ന് കണ്ടു, കർത്താവിനെ കണ്ടു. അപ്പോൾ കണ്ടവർ എന്താണ്? പിന്നെ ആ കണ്ടവർക്ക് വീണ്ടും മറ്റുള്ളവരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ്. അല്ലെങ്കിൽ അവർക്ക് എന്താ, പീലിപ്പോസിനും ശിമയോൻ പത്രോസിനും അല്ലെങ്കിൽ അന്ത്രയോസിനും ഒക്കെ തങ്ങൾക്ക് ലഭിച്ചത് എന്തിനാ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്? നമുക്ക് കിട്ടിയ ജ്ഞാനമനുസരിച്ച് യേശുവിൻ്റെ ശിഷ്യരായിട്ട് പോയാൽ പോരെ. മറ്റുള്ളവരെ കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മുടെ സർവസ്വവും നമ്മുടെ മുഴുവൻ ബോധവും നമ്മുടെ ജ്ഞാനവും നമ്മുടെ കഴിവും സമയവും എല്ലാം വിനിയോഗിക്കണം, എങ്കിലേ പറ്റുകയുള്ളൂ. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തില്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഫിലിപ്പിയർ 3:8 പറഞ്ഞ പോലെ എല്ലാം ഉച്ഛിഷ്ടമായിട്ടാണ് മറ്റുള്ളതെല്ലാം കരുതുന്നത്.
ഇവിടെ നമുക്ക് അവിടെ ചിന്തിക്കാം. ഇപ്പോൾ ഓർമ്മ വരുന്നത് സക്കേവൂസിൻ്റെ കാര്യം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് സക്കേവൂസിനെ പറ്റി. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മൾ വായിക്കുമ്പോൾ വളരെയധികം ഒരു സ്നേഹം തോന്നുന്ന ഒരു വ്യക്തി. കർത്താവിനെ കണ്ടു, കർത്താവ് വിരുന്നിന് പോയി, അവിടെ പോയി. ഈ ചുങ്കക്കാരനെന്ന് പറഞ്ഞപ്പോൾ വെറും നീചനായ മനുഷ്യനല്ല. എല്ലാവരും ഇവിടെ കരുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ചുങ്കക്കാരനെ പോലെയും പാവികളെ പോലെയും എന്നെ കരുതല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്ത് വലിയ തെറ്റാണത്. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. സക്കേവൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നികുതി പിരിക്കുന്ന ടാക്സ് കളക്ടേഴ്സ്, ടാക്സ് ഓഫീസിൽ ചെന്ന് നമ്മൾ ഇതുപോലുള്ള അനാവശ്യമൊക്കെ അവരെ എടുത്ത് പറയുമോ? അവരെ പറ്റി ചിന്തിക്കുമോ? അവിടെ എങ്ങനെയും ഓച്ചാരി ചെയ്യുന്ന കാര്യം സാധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സക്കേവൂസ് എന്ന് പറയുന്ന ഇതിലൊക്കെ പ്രധാനിയാണ്. മറ്റുള്ളവരെയൊക്കെ നിയമിക്കുന്ന വ്യക്തിയാണ്. ഇപ്പം മത്തായിയൊക്കെ അക്കൂട്ടത്തിലൊക്കെ നിയമിച്ചതാണ് സക്കേവൂസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഉയർന്ന ഒരു വ്യക്തി, ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസർ കമ്മീഷണർ എന്ന് പറയുന്നതിനുള്ള ഒരു ഉയർന്ന സ്ഥാനം അന്നത്തെ ലോകത്തിൽ വളരെ ഉയർന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ ഈ സക്കേവൂസ് എന്ന് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ഇത്രയും ഉന്നതനായ മനുഷ്യൻ കണ്ടുമുട്ടിയപ്പോൾ എന്താ ചെയ്തത്? കണ്ടുമുട്ടി വിരുന്നിന് ക്ഷണിച്ചു, വീട്ടിൽ കർത്താവ് വരുവാണെന്ന് പറഞ്ഞു. എന്ത് സന്തോഷത്തോടാണ് ഓടിച്ചെന്ന് പറയുന്നത്, കർത്താവേ, ഞാൻ മറ്റുള്ളവരിൽ നിന്നും എൻ്റെ സ്വത്തിൽ പകുതിയും ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. കണ്ടോ ആ മാറ്റം കണ്ടോ? കർത്താവിനെ കിട്ടിയപ്പോൾ ആ തീ നമ്മൾക്ക് ആ ജ്വാല ഉണ്ടാകണം. തമ്മിൽ മൊത്തം കൊടുത്തു. വലിയ ധനികനായിരുന്നു. ആ പ്രദേശത്തെ ഏറ്റവും വലിയ ധനികനായിരുന്നു. പലസ്തീനയിലെ ഏറ്റവും ധനികന്മാരിൽ ഒരാളായിരുന്നു. സമ്പത്തിൽ പകുതിയും ദാനം ചെയ്തു. കർത്താവിനെ കണ്ടപ്പോഴേ അത് ആയി. അടുത്തത് അദ്ദേഹം പറയുന്നു, ഇനി ഞാൻ ആരെങ്കിലും വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഞാൻ 4 ഇരട്ടിയായിട്ട് കൊടുക്കുകയാണ്. സക്കേവൂസിൻ്റെ സ്വത്തുക്കൾ മുഴുവനും തീർന്നു, മുഴുവനും കൊടുത്തു. കർത്താവിനെ കണ്ടപ്പോൾ പിന്നെ ഈ ലൗകികമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമല്ല, അതൊക്കെ ഉച്ഛിഷ്ടോ പൗലോസ് ശ്ലീഹ ഇവിടെ പറഞ്ഞതുപോലെ അതെല്ലാം കൊടുത്തിട്ട് അവിടുന്ന് സക്കേവൂസ് എന്ത് ചെയ്തെന്നുള്ള ബാക്കിയുള്ളത് ഇവിടെ പറയുന്നില്ല. അദ്ദേഹം ശിഷ്ടകാലം മുഴുവനും യേശുവിനെയും ധ്യാനിച്ച് യേശു അവിടെ ജീവിച്ച് കാണും. യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കാണും. എല്ലാം കളഞ്ഞിട്ടല്ലേ പോയത്. യേശു വിളിച്ച ലേവി ചുങ്കം പിരിച്ച കാശ് പോലും നോക്കിയില്ല. ചിലപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നിരിക്കും സഹായികൾ, എടുത്ത് കാണും. അതൊന്നും ചിന്തിച്ചില്ല എന്ത് ചെയ്യണമെന്നൊന്നും, എറിഞ്ഞിട്ട് പോവുകയാണ്. അതല്ല ശിഷ്യന്മാരും എല്ലാവരും അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അവിടെ സ്ഥാനം യേശുവിനാണ്, അല്ലാതെ ഒന്നുമില്ല. നമ്മുടെ ഓരോ രക്താണുക്കളിലും നമ്മുടെ നാഡീ ഞരമ്പുകളെല്ലാം തന്നെ കർത്താവ് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ അല്ല വേറൊന്നുമില്ല. നമുക്ക് സാധാരണ നമ്മളെപ്പോഴും ഒരു പാട്ടുണ്ടല്ലോ, എൻ്റെ നാവിൽ യേശുവിൻ്റെ നാമം, എൻ്റെ കാതിൽ യേശുവിൻ്റെ നാദം, കണ്ണിൽ യേശുവിൻ്റെ രൂപം, നെഞ്ചിൽ യേശുവിൻ്റെ സ്നേഹം. എന്ത് നല്ല പാട്ട്, അർത്ഥവത്തായ പാട്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, അത് കൂടെ കേൾക്കാൻ എന്ത് രസമാണ്, എന്ത് അർത്ഥവത്താണ്. ഇതൊക്കെ പാടുന്നവർ ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ കുഞ്ഞുങ്ങളും എല്ലാവരും പാടുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ടോ ഇതിലെ അർത്ഥങ്ങൾ എന്തുവാണ്, അർത്ഥവത്തായ പാട്ട് എന്താണെന്ന്? യേശുവിൽ നിറഞ്ഞവരായിരിക്കണം, പിന്നല്ലാതെ വേറൊന്നും അവിടെ ഇല്ല. ആ പാട്ട് ദ്യോതിപ്പിക്കുന്ന ജ്ഞാനം അതാണ്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണത്. ആ പാട്ട് ഏറ്റവും നല്ല വ്യക്തമായ ഒരു വിവരണമാണ്. സക്കേവൂസാണ് ഏറ്റവും നല്ല ഒരു വ്യക്തി. ഇതൊക്കെ നമുക്ക് ദ്യോതിപ്പിക്കുന്ന, നമ്മൾക്ക് പകർന്നു തരുന്ന ഒരു വ്യക്തി, ഇത് ഒരു മോഡൽ. ഇതുകൂടാതെ അവർ മാത്രമല്ല, ഇനി യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സുവിശേഷം 3-ാം അധ്യായത്തിൽ
നിക്കോദേമോസിനെ. നിക്കോദേമോസും ദൈവരാജ്യം പ്രതീക്ഷിച്ച് കഴിഞ്ഞ ആളാണ്. അല്പമൊക്കെ നീതിനിഷ്ഠ ഉള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യേശുവിനെ പറ്റി അറിഞ്ഞ് ഇങ്ങനെയൊക്കെ കേട്ടറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി കാണണമെന്ന്. ആ ജ്വാല അദ്ദേഹത്തിൽ ഇങ്ങനെയുള്ള മനസ്സിൽ പഴയ നിയമത്തിലുള്ള ആ അറിവെല്ലാം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ, ജീവിച്ച മനുഷ്യൻ, വലിയ സമ്പന്നനായിരുന്നു. എന്നാൽ ഇതൊന്നും കൈവിട്ടില്ല. സമ്പന്നർക്കും ഇതൊക്കെ സാധിക്കും, ആവശ്യത്തിലേറെ പണമുള്ളവർക്കും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ കാണണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതാണ് ഞാൻ പറഞ്ഞ ആ നീറ്റൽ, ആ ജ്വാല, മനസ്സിൽ നമ്മളെ ദഹിപ്പിച്ച് കളയുന്ന ഒരു ജ്വാല, ആ അനുഭവം ഉണ്ടാകണം നമുക്ക് മനസ്സിൽ. ആ നീറ്റൽ, ആ ഒരു വേദന, ആ ഒരു സുഖമുള്ള ഒരു വേദനയും നീറ്റലുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തേ? അതുകൊണ്ടാണ് അദ്ദേഹം രാത്രിയിൽ വളരെ സ്വസ്ഥമായിട്ട് യേശുവിനെ കാണാം. യേശു വിശ്രമിക്കുന്ന രാത്രിയിൽ പോയി കാണാം. മറ്റ് ബഹളങ്ങളൊന്നുമില്ല, മറ്റാരും അറിയത്തതുമില്ല. അങ്ങനെ അവിടെ പോകുന്നത്. അങ്ങനെ നിക്കോദേമോസ് പോയി ചെന്ന് ആ തക്കം നോക്കി അന്വേഷിച്ച് അദ്ദേഹത്തിനെ കണ്ടെത്തുകയാണ്. യേശുവിനെ കണ്ടെത്തിയത് മാത്രമാണ്. അവിടെ സംസാരിച്ചു, കണ്ടു, അത് യേശുവിനെ സ്വായത്തമാക്കുകയാണ് ചെയ്തത്. യേശുവിനെ അവരെല്ലാം സ്വായത്തമാക്കി. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എന്ന് യേശുവിനെ സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്നു, അന്നേ നമ്മൾ ക്രിസ്തു ശിഷ്യരാകുന്നുള്ളൂ, ക്രിസ്ത്യാനികളാകുന്നുള്ളൂ. ഇപ്പം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആ വാക്കിന് അതിനർത്ഥമില്ലാത്തതുപോലെ, വിലയില്ലാത്തതുപോലെയായി. ഇപ്പോൾ നമുക്ക് ബൈബിൾ പഠിക്കണമെന്ന് തന്നെ പറഞ്ഞാൽ തന്നെ ആർക്കോ അത് കേട്ട് അതിലെന്ത് കിട്ടാനാണ്? അതുകൊണ്ട് എന്തുവാ നേട്ടം? അതിന് സമയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്, ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ബാക്കിയുള്ള എല്ലാത്തിനും സമയമുണ്ട്. പോയില്ല, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇതിനൊന്നും സമയം കിട്ടത്തില്ല എന്നാണ് അവരുടെ പരിദേവനം. അപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം ഉണ്ട്. ഇതെല്ലാം കർത്താവ് അനുവദിച്ച് തന്നതാണെന്നുള്ള ചിന്തയല്ല, ആ ആളിനെ അറിയണമെന്നുള്ളതല്ല. കർത്താവിനെ അടുത്തറിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായാൽ ഇതെല്ലാം അങ്ങ് മാറിപ്പോകും. ഇനി അത് പേടിച്ചിട്ടാണോ എന്തുവന്നോ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന കാലം മുഴുവനും സുഖമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം, ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കണമെന്ന് ആരാ നമ്മൾ പറയുന്നത്? നമ്മൾ മാമോദീസയിൽ സ്വീകരിച്ച പരിശുദ്ധാത്മാവാണോ? ഒരിക്കലുമല്ല. സാത്താനാ, ദുരാത്മാവാണ് നമ്മളെ അതിന് സമ്മതിക്കാത്തത്. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതെല്ലാം നമ്മളുടെ ഓരോ സൂക്ഷ്മ സ്ഥിരകളിലും കോശങ്ങളിലും എല്ലാം നിറയണം. ഓരോ കോശങ്ങളിലും കർത്താവിനെ പറ്റിയുള്ള ആ ജ്ഞാനം, ആ ജ്വാല, ആ നീറ്റൽ എല്ലാം നിറഞ്ഞു നിൽക്കണം. ഇതൊന്നും ഇല്ലാത്തവരെങ്ങനെ? യേശുവിനെ അടുത്തറിഞ്ഞവർ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. 12 സ്ത്രീയന്മാരും ഉണ്ടായിരുന്നു. 12 പേരിൽ ഒരുവൻ എങ്ങനെയായിരുന്നു? കറിയോത്തുകാരൻ യൂദാസ് ഇഷ്കറിയോത്ത, കറിയോത്തിൽ നിന്നുള്ള പുരുഷൻ ആള് യൂദാസ്. അദ്ദേഹം ഇതുപോലൊക്കെ അറിഞ്ഞ് വന്നതല്ലേ. പക്ഷെ അദ്ദേഹത്തിന് ഒരു മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളുടെ കൂടെ നടന്നാൽ കുറച്ച് നേട്ടമൊക്കെ ഉണ്ടാകും. മറ്റുള്ളവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ അടുത്ത് വന്നത് കാരണം ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം വന്നത് ദൈവരാജ്യത്തിന് മാത്രമായിട്ട് അത്രയും പരിപൂർണമായിട്ടങ്ങ് ശുദ്ധമായിട്ടങ്ങ് നേടാനല്ല. അതിൻ്റെ കൂടെ തന്നെ ഈ ലോകത്തിൽ നമ്മളെപ്പോലൊക്കെ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജീവിക്കുന്നേ, നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം വേണം അതെല്ലാം കൂടെ ഇവിടെ സ്വരു കൂട്ടി വെച്ചിട്ട് പിന്നെ മരിക്കുമ്പോഴങ്ങ് ഏതായാലും ഒരു കുർബാനയൊക്കെ കാണും, ചിലപ്പോൾ സ്വീകരിക്കാനൊക്കെ സാധിച്ചേക്കും. അതായിരിക്കും കാര്യമെന്ന്. വെറുതെ ദിവസവും കുമ്പസാരവും കുർബാനയും സ്വീകരിച്ചുകൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഈ നീറ്റൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് നമുക്കുണ്ടായില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഫലം? മറ്റുള്ളവരെ നമ്മൾ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ള വിചാരം 3-4 വാക്യങ്ങളിൽ പറയുന്നു. അങ്ങനെയുള്ളൊരു ചിന്തയുണ്ടാകണം. ക്രിസ്തു എങ്ങനെയായിരുന്നു അതുപോലെ ഉണ്ടാകണമെന്നാണ് അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നത്. അപ്പോൾ ആ ചിന്ത ഇതിൽ നമ്മളുടെ ഈ കൂദാശകളൊക്കെ നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ ആ ജീവിതം കൂദാശയായിട്ട് മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരർത്ഥവും ഇല്ല.
ഇതൊക്കെയാണ് ധ്യാന കേന്ദ്രങ്ങളിലും മറ്റ് പ്രാർത്ഥനാ സമ്മേളനങ്ങളിലും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടുന്ന കേന്ദ്രങ്ങളിൽ. അങ്ങനെ മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇതിനു വേണ്ടി സമയം ചിലവാക്കുന്നത്? പിശാച് ഇത് എഴുതി തരുന്നത് കേട്ട് പിശാചിൻ്റെ കൂടെ അവിടെ ജീവിച്ചാൽ പോലെ ഇത്രയും വർഷമെങ്കിലും സുഖമായിട്ട് ജീവിക്കാം. ഇതിനും കൂടെ സമയം ഇത്രയും ചിലവാക്കിയിട്ട് അത് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ മരണശേഷം നമുക്ക് ആയിത്തീരുന്നുവെങ്കിൽ എന്താ പ്രയോജനം? പിന്നെ എന്തിനാ രണ്ട് വള്ളത്തിലൂടെ കാല് വയ്ക്കുന്നത് പോലെ ആയി പോകത്തില്ലേ യൂദാസിനെ പോലെ? യൂദാസ് ചെയ്തത് കർത്താവിന് അവിടെ വിലയിടുകയാണ് ചെയ്തത്. ഈ ലോകത്തിൻ്റേതായിട്ട് ഈ ലോകത്തിൽ നിന്ന് അതിനും കൂടെ എന്ത് കിട്ടും കർത്താവിനെ പിടിച്ചു കൊടുത്താൽ? അതും കൂടെ ചിന്തിച്ചു. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ദൈവാലയത്തിലായാലും നമ്മൾ അതിൽ ഇടപെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കർത്താവ് സ്നേഹിച്ചിരുന്നവരെയും കർത്താവ് കൂടെ കൂട്ടിയവരെയും ഒക്കെ അപ്പോഴും ദൂഷിക്കാനും നിന്ദിക്കാനും ഒക്കെ ഒരുമ്പെടുന്നവരെ പലരെയും കാണാം. ദൈവാലയത്തിലും പല കാര്യത്തിലും അങ്ങനെ പണത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ളതിലായാലും. എന്താ തനിക്കുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ വയ്യ. ഞാൻ കൊടുത്തതിനാണ് വലിയ സ്ഥാനം. ഒന്നുമില്ലാത്തവൻ അത്രയും കൊടുത്തത് വിധവയുടെ കൊച്ചുകാശ് പോലെ കർത്താവ് പറഞ്ഞ പോലെ ഉപജീവനത്തിനുള്ള വകയിൽ നിന്ന് അത്രയും എടുത്ത് കൊടുത്തപ്പോൾ അത് പോരാ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർ ആ ദൈവാലയത്തിൽ ഇരിക്കാൻ യോഗ്യരല്ല. അവർ നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ സമൃദ്ധിയിൽ നിന്നാണ് കൊടുത്തത്, മറ്റുള്ളവരൊക്കെ ദേവാലയ ഭണ്ഡാരത്തിൽ ഇട്ടത്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ നിറയണം. ദേവാലയത്തിൽ ചുമ്മാതെ ദൈവാലയത്തിൽ അങ്ങനെ പോയി കുർബാന കണ്ടു കുമ്പസാരിക്കുന്നു, അതുകൊണ്ടൊന്നും പ്രയോജനവുമില്ല. എന്തോ കുമ്പസാരമാണ്. ചില കുമ്പസാരത്തിൽ ചില എന്തോ വിരുന്നുശാലകളുടെ കല്യാണ വിരുന്നുശാലകളുടെ ഇടി പോലെ ഇടിച്ച് എന്ന് കയറിച്ചാൽ എന്തോ പ്രയോജനമുണ്ട്? എന്തിനാ അങ്ങനത്തെ കുമ്പസാരം? ആർക്കും ഇല്ല, ആ ഒരു ചിന്തയില്ല. ആരെങ്കിലും രോഗപീഠയുള്ളവരോ ക്ലേശിക്കുന്നവരോ വയ്യാത്തവരോ എഴുന്നേക്കാൻ വയ്യാത്തവരോ ഒക്കെ വന്ന് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഒതുങ്ങി മാറിക്കൊടുത്ത് അവരെ കൊണ്ടുപോകുന്നതാണ്, അവസരം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള കുമ്പസാരത്തിൻ്റെ പകുതി ഗുണം അവിടെ കിട്ടി. കാരണം കർത്താവിൻ്റെ ജോലി കർത്താവ് ചെയ്തുകൊണ്ടിരുന്ന ആ ശുശ്രൂഷയാണ് ഇവിടെ നിങ്ങളും ചെയ്തത്, നമ്മളും ചെയ്യുന്നത് അതാണ്. അത് മനസ്സിലാക്കണം. പലരും കുമ്പസാരം കൊണ്ട് ഫലവും ഇല്ല. പിന്നെ കുർബാന കാണുമ്പോഴും അതുപോലെ തന്നെ. അതിൻ്റെ ബാക്കിയില്ലേ കുർബാനയായിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത്, ബലിയർപ്പിക്കുന്നത്. കർത്താവ് മറ്റുള്ളവരെ നമ്മളെപ്പോലെ എന്നേക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതി പെരുമാറിയാത്തവർ അവിടെ വന്ന് കുർബാന അർപ്പിച്ചിട്ടെന്തുവാ? നമ്മൾ ബലി അർപ്പിക്കുമല്ലേ, അല്ല കാണുമല്ലോ. പണ്ടൊക്കെ പറയുമായിരുന്നു കുർബാന കാണണം, എല്ലാ മോറായ തിരുനാളുകളെല്ലാം കുർബാന കാണണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. എൻ്റെ കൊച്ചുനാളിലൊക്കെ അങ്ങനെയാണ്. അല്ലെ കുർബാന അർപ്പിക്കുന്നെന്ന് പറയത്തില്ല, കുർബാന കണ്ടിരിക്കണം. ഇപ്പോൾ കുർബാന കാണുകയില്ല. അന്ന് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. നമ്മൾ അർപ്പിക്കുകയാണ്. അന്നത്തെ നിന്ന് ദൈവശാസ്ത്രമൊക്കെ വികസിച്ചു. അത് വേറെ പല തലങ്ങളിലോട്ടായി, പല ബ്രാഞ്ചുകളായി, ശാഖകളായി. അപ്പോൾ അങ്ങനെ അതിന് തക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി. പഠിച്ചവർ ധാരാളമായി. ദൈവശാസ്ത്രം പഠിച്ച് അതിനെ സ്വയം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരായി. ആത്മാവ് അവരെയൊക്കെ ഇങ്ങനെ പ്രേരിപ്പിച്ച് അവരെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായി എല്ലാവരും ജനങ്ങളും. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ രൂപപ്പെടണ്ടേ അല്പമെങ്കിലും. ഇല്ല മുല്ലപ്പൂവും പൊടി ഏറ്റു കിടക്കും കല്ലിനും കൊണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നമുക്കും ആ സൗരഭ്യം കിട്ടണ്ടേ? അതുകൊണ്ട് ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. ഓരോ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർക്ക് അവർക്ക് ക്രിസ്തു ശിഷ്യനാകാനുള്ള ആ വരവും കൂടെ നമ്മൾ പ്രാപിക്കണം. നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ഇരുന്നാൽ പോരാ, ക്രിസ്തു ശിഷ്യരാകണം. നമ്മൾ പറയണം ഞാൻ ക്രിസ്തു ശിഷ്യനാകാണ്ട് പരിശ്രമിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഞാൻ ക്രിസ്തു ശിഷ്യനാകാൻ പരിശ്രമിക്കുന്നതാണ്. മറ്റുള്ള അന്യകാരിയെ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്തു ശിഷ്യനാകാൻ ഞാൻ പരിശ്രമിക്കുകയാണ്. ക്രിസ്ത്യാനി എന്നുള്ള സംജ്ഞ മാത്രമല്ല നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്രിസ്തു സ്നേഹം നമ്മൾ അനുഭവിച്ച്, ദൈവസ്നേഹം അനുഭവിച്ച് നമ്മൾ ആ ക്രിസ്തുവിൻ്റെ ജ്ഞാനം നേടി, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നേടി നമ്മൾ ആത്മാവിൽ അനുഭവിച്ച് ജീവിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അല്പമെങ്കിലും കഴിയണം. ഇപ്പം 100% അങ്ങനെ ഇപ്പോൾ ഫ്രാൻസിസ് അസീസിയെ പോലെ, പാതിരി പിയോയെ പോലെയോ, ഇതിപ്പോൾ വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെയോ ഒന്നും നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. അങ്ങനെയൊന്നും പറ്റുകയില്ല. നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. നമ്മളെല്ലാം മനുഷ്യർ, വെറും സാധാരണ മനുഷ്യരാണ്.
അവർക്കത് 100% സാധിച്ചു. എന്നിട്ടും അവർ പറയത്തില്ല 100% അങ്ങനെ ആയിരുന്നുവെന്ന്. നമ്മൾക്കത് പറ്റിയില്ല. നമുക്കെന്നാലും ഉള്ളിടത്തോളം പരമാവധി ശ്രമിക്കുമ്പോൾ എന്തു ചെയ്യും? ബാക്കിയും കൂടെ അവിടെ പരിശുദ്ധാത്മാവ് ആ തദ്വർത്ത ഖണ്ഡം പൂർണ്ണമാക്കും. നമ്മൾ കുറച്ച് പകുതി വരച്ചു ആ വൃത്തം, ബാക്കി പരിശുദ്ധാത്മാവ് വരച്ചത് പൂർണ്ണമാക്കും നമ്മളിൽ. അത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ വിട്ടുകൊടുക്കണം കുറച്ച്, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ നമ്മൾ ഇതൊക്കെ ചെയ്ത് യൂദാസ് കർത്താവിന് ഈ ലോകത്തിൻ്റെ വില ഇട്ട് 30 വെള്ളിക്കാശ് എന്നതുപോലെ നമ്മളും വിലയിട്ട് എന്തെങ്കിലും കിട്ടുന്നതാകട്ടെ എന്നുള്ള നേട്ടത്തോടെ ധ്യാന കേന്ദ്രത്തിലോ പ്രാർത്ഥന സമ്മേളനങ്ങളിലോ പ്രഘോഷകരുടെയും ധ്യാന ഗുരുക്കളുടെയും അടുത്ത് പോവുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും. ഓരോ കാലഘട്ടത്തിലൊക്കെ നമ്മളങ്ങനെയൊക്കെ വന്നു. നമുക്കത് കിട്ടും. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ട്, ആ കൃപ കൊണ്ട് നമ്മൾക്കത് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനൊരു വില നമ്മൾ കൽപ്പിക്കണം. ക്രിസ്തുവിൻ്റെ റോമർ 8:C അതിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിലില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. 8C എന്ന് പറയുമ്പോൾ 3 വാക്യങ്ങളാണ്, 3 ക്ലോസ് ഉണ്ട് അവിടെ. അതിൽ C അവസാനത്തെ ക്ലോസാണ്. അതിനാണ് ഞാൻ ABC എന്ന് പറഞ്ഞ്. അപ്പോൾ ആത്മാവ് ഉള്ളിലില്ലാത്തവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. വ്യാജം പറയുകയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനുള്ളവനാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമർ 7:24 പറയുന്നുണ്ട്, ഞാൻ നിർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ തന്നെ ആര് മോചിപ്പിക്കും? നമ്മൾ ഓരോരുത്തരും പറയേണ്ടുന്നതും ചിന്തിക്കേണ്ടുന്നതും ധ്യാനിക്കേണ്ടുന്നതും ഇതാണ്. ഞാൻ നിർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിലാണ് നമ്മളുടെ. പക്ഷേ പൗലോസ്ലീഹ പറയുന്നത് ഇതെല്ലാം മാറി. അദ്ദേഹം മരണത്തിന് അധീനമായ ശരീരം ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറായി. ഇതിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് എന്നെ ദൈവരാജ്യത്തിലെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ ആർക്ക് കഴിയും എന്നാണ്. എന്തിനു കഴിയും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ നിർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എങ്ങനെ എൻ്റെ ആത്മാവ് ജീവനിലേക്ക് പ്രവേശിക്കും? എങ്ങനെ പ്രവേശിക്കും ജീവനിലേക്ക്? അതാണ് നമ്മളിവിടെ ഒരു ചെറിയ തിരുത്ത് വേണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മളെപ്പോഴും ഇത് ഹൃദയത്തിലിട്ട് ഈ വാക്യം ധ്യാനിക്കണം. നമ്മളെ എപ്പോഴും മഥിക്കുന്നതായിരിക്കണം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബോധതലങ്ങളെ. ഞാൻ നിർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഞാൻ എങ്ങനെ പ്രവേശിക്കുമെന്ന് വേണം. അപ്പോഴേ അത് ശരിയാകത്തുള്ളൂ, ആ അർത്ഥങ്ങൾ ശരിയാകത്തുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിനെ ഉപസംഹരിക്കാൻ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ വചനം കേട്ട് നമുക്ക് ആർക്കെങ്കിലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുണ്ട്. അവരോടൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വചനത്തിന് വേണ്ടി പ്രേരിപ്പിക്കാൻ, ഈ ജീവിതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്തത് വെറുതെയായിപ്പോയി, ഞാനും എൻ്റെ സമയം വൃഥ ഉപയോഗിച്ചു പോയി എന്ന് എനിക്കും തോന്നരുത്. പക്ഷെ ഞാനിത് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഞാനിത് ഏകദേശം ഈ കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്നു. എൻ്റെ ആത്മാവിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു. എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലെന്ന് പല വൈദ്യശാസ്ത്രത്തിൻ്റെ പല മേഖലകളും പല വിഭാഗങ്ങളും പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഇപ്പോൾ വചനം സ്വീകരിച്ചു, ഇത് പറയാൻ തീരുമാനിച്ചപ്പോൾ നേരത്തെ കുറച്ച് സുഖമായത് സൗഖ്യമായത് ഇപ്പോൾ കുറേശ്ശെ ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ തുടർന്നു കൊണ്ടുവരും സൗഖ്യമായിട്ട്. ഞാൻ സൗഖ്യത്തിന് വേണ്ടിയല്ല, കർത്താവ് അനുവദിച്ച സഹനം സ്വീകരിക്കണം. അത് സ്വീകരിച്ചു, അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായി. ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം ഓടി നടക്കുന്നതൊക്കെ എന്നേ നിർത്തി, ഒരു 4-5 വർഷത്തിന് മുമ്പേ നിർത്തി.
കാരണം എനിക്കതൊരു പൂർണ്ണ ബോധ്യം വന്നു. കർത്താവ് അനുവദിച്ചതാണ് ഇത് ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് അനുവദിച്ചു തന്നത് കർത്താവ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും വരുന്നത്. അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. സഹനത്തെപ്പറ്റി, ക്രിസ്തീയ സഹനം, ക്രിസ്തുവിൻ്റെ ശിഷ്യരുടെ സഹനം എങ്ങനെയായിരിക്കണം, എന്തുകൊണ്ടാണ് കർത്താവ് ഇത് അനുവദിക്കുന്നത്. പലരും ഇന്ന് പരിഭവം കാണിക്കുന്നുണ്ട്, പരിവേദനപ്പെടുന്നുണ്ട്, പലരും അതിനെപ്പറ്റി പിറുപിറുക്കുന്നുണ്ട്. എന്നാലും കർത്താവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തിനിങ്ങനെ തന്നു, മറ്റുള്ളവർ കൊടുക്കുന്നില്ലല്ലോ, എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്കിയതെന്ന്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഉത്തരം ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഈ മനസ്സ്, നമ്മുടെ ബോധതലങ്ങളെല്ലാം തന്നെ ഈ വചനങ്ങൾ നിറയട്ടെ. ഞാൻ നിർഭകനായ മനുഷ്യൻ, മരണത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഞാൻ എങ്ങനെ കടക്കും? പൗലോസ്ലീഹ പറഞ്ഞതിനേക്കാൾ അല്പം മാറ്റം വരുത്തി. എങ്ങനെ കടക്കും? കാരണം നമ്മളെല്ലാം ഇനി കടക്കണം. പൗലോസ്ലീഹ കടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ശരീരം മാത്രമേ ഉള്ളൂ, വേണ്ടാത്ത ഈ ശരീരം എന്ന്. അപ്പം നമ്മളങ്ങനെയല്ല. ഇപ്പോഴും ആ ശരീരത്തിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ എന്തൊരു ഭയമാണ്. ഞാൻ അന്വേഷിച്ചതും പിടിച്ചതും ഉണ്ടാക്കിയതെല്ലാം ഇവിടെ കിടക്കുകയാണ്. അതെല്ലാം അനുഭവിക്കണ്ടേ? ഇതൊക്കെ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ബൈബിൾ പഠിക്കാൻ സമയമില്ല, കേൾക്കാൻ സമയമില്ല, അറിയാൻ സമയമില്ല. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ആയാൽ എന്ത് കിട്ടുമെന്ന് എന്നോട് തന്നെ ചോദിച്ചവർ പലരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെല്ലാം പ്രാപ്തമാക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്വാലയിൽ നമ്മൾ ജ്വലിക്കണം, നമ്മൾ ജ്വലിക്കട്ടെ. ജ്വലിക്കാൻ നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മേൽ എപ്പോഴും നമ്മുടെ കൂടെ വസിക്കട്ടെ. നമ്മുടെ കൂടെയല്ല, നമ്മളിൽ തന്നെയും വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.